നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ആഗോള അയ്യപ്പ സംഗമത്തിൽ തന്ത്രപരമായ നിലപാടുമായി UDF. ആചാരലംഘനത്തിന് അനുകൂലമായി സർക്കാർ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കുമോ എന്ന് VD സതീശൻ. നാമജപ ഘോഷയാത്രയ്ക്കെതിരായ കേസുകൾ പിൻവലിക്കാൻ തയ്യാറുണ്ടോ എന്നും ചോദ്യം. ശബരിമല വികസനത്തിന് ചെറുവിരൽ അനക്കാത്ത സർക്കാർ. തെരഞ്ഞെടുപ്പ് കണ്ട് നടത്തുന്ന അയ്യപ്പ സംഗമം രാഷ്ട്രീയ കാപട്യമെന്നും വിമർശനം. ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി വിശ്വാസ സംഗമവുമായി BJP. സെപ്റ്റംബർ 22-ന് പന്തളം വേദിയാകും. സംഗമം നടത്തുന്നത് ശബരിമല കർമ്മസമിതിയും ഹിന്ദു ഐക്യവേദിയും പന്തളം കൊട്ടാരവും ചേർന്ന്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവരെ എത്തിക്കാൻ ശ്രമം. ന്യൂനപക്ഷ അഭയാർത്ഥികൾക്കാശ്വാസമായ ചരിത്ര നീക്കവുമായി മോദി സർക്കാർ. സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ടിന്റെ സമയപരിധി 2024 ഡിസംബർ 31 വരെ നീട്ടി. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷ അഭയാർത്ഥികൾക്ക് ആശ്വാസം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനമേറ്റതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിന് മർദ്ദനമേറ്റത് സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തിയതിന്റെ കാരണം തിരക്കിയതിന്. ദൃശ്യങ്ങൾ പുറത്തു വന്നത് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരം. സുജിത്തിന് കേൾവി തകരാർ. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷം. പഞ്ചാബിൽ 30 മരണം. ഉത്തർപ്രദേശിൽ 16 പേർക്ക് ജീവൻ നഷ്ടമായി. പഞ്ചാബിലും ഹരിയാനയിലും 6 ലക്ഷം ഹെക്ടറിൽ കൃഷിനാശം. ഹിമാചലിൽ മണ്ണിടിച്ചിലിൽ 6 മരണം. യമുന നദി കരകവിഞ്ഞു. ഡൽഹിയിൽ പ്രളയ മുന്നറിയിപ്പ്. ജമ്മു, പഞ്ചാബ്, ഹിമാചൽ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട്. നികുതി ഘടനാ പരിഷ്കരണം ചർച്ച ചെയ്യാനുള്ള GST കൗൺസിൽ യോഗം ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേരുന്നു. നിലവിലെ 4 സ്ലാബുകൾ 2ആയി കുറയ്ക്കണമെന്ന് മന്ത്രിതല സമിതിയുടെ ശുപാർശ. സംസ്ഥാനങ്ങൾക്ക് വരുമാന നഷ്ടമുണ്ടാകുമെന്ന ആശങ്കയിൽ കേരളമടക്കമുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ. ആഗോള അയ്യപ്പ സംഗമത്തിൽ തന്ത്രപരമായ നിലപാടുമായി UDF. ആചാരലംഘനത്തിന് അനുകൂലമായി സർക്കാർ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കുമോ എന്നും ആചാരലംഘനത്തിനെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാൻ തയ്യാറുണ്ടോ എന്നും VD സതീശൻ ചോദിച്ചു. ശബരിമല വികസനത്തിന് ചെറുവിരൽ അനക്കാത്ത സർക്കാർ. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ നടത്തുന്ന അയ്യപ്പ സംഗമം രാഷ്ട്രീയ കാപട്യമെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരള സർക്കാർ നടത്താൻ പ്രഖ്യാപിച്ചിരിക്കുന്ന അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയമായ കാപട്യമാണ്, രാഷ്ട്രീയമായ മുതലെടുപ്പാണ്, കപടമായ ഒരു അയ്യപ്പ സ്നേഹമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശബരിമലയെ ഏറ്റവും സങ്കീർണമായ ഒരു അവസ്ഥയിൽ എത്തിച്ച മുന്നണിയും രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ് CPM-ഉം LDF-ഉം. അന്ന് സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് UDF സർക്കാർ കൊടുത്ത അഫിഡവിറ്റ് തിരുത്തിയിട്ടാണ് ആചാരലംഘനം നടത്താൻ CPM നേതൃത്വം വഹിക്കുന്ന ഗവൺമെന്റ് കൂട്ടുനിന്നത്. ആ അഫിഡവിറ്റ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, LDF സർക്കാർ കൊടുത്ത ആചാര ലംഘനം നടത്താൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, ദേവസ്വം പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം കണ്ടോൺമെന്റ് ഹൗസിലെത്തി VD സതീശനെ കാണാൻ ശ്രമിച്ചു. ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്ന കാര്യം അറിയിക്കാനായി. പക്ഷേ VD സതീശൻ അദ്ദേഹത്തെ കാണാൻ തയ്യാറായില്ല. അതിൽ ചില രാഷ്ട്രീയവുമുണ്ട്. പക്ഷേ ഇപ്പോൾ സർക്കാരിനെതിരെ 2 ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് VD സതീശൻ മുന്നോട്ട് വരുന്നത്. രാഷ്ട്രീയ കാപട്യമെന്നാണ് ആക്ഷേപം. വിവരങ്ങൾ. തീർച്ചയായും രാജേഷ്, കഴിഞ്ഞ ദിവസം ചേർന്ന UDF യോഗത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം VD സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭക്തർക്കെതിരെ ഉണ്ടായിട്ടുള്ള കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറുണ്ടോ ഒന്ന്. രണ്ടാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള സത്യവാങ്മൂലം പിൻവലിക്കാൻ നേരത്തെ UDF സർക്കാർ ആചാര ലംഘനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലമാണ്
LDF സർക്കാർ എത്തിയപ്പോൾ അത് മാറ്റി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് പിൻവലിക്കാൻ തയ്യാറുണ്ടോ? ഈ രണ്ട് കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയാൽ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കാം എന്ന് മാത്രമാണ് ഇപ്പോൾ VD സതീശൻ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നു, കഴിഞ്ഞ 9 വർഷമായി നടത്താത്ത അയ്യപ്പ സംഗമമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വീണ്ടും നടത്താനായി സർക്കാർ തയ്യാറെടുക്കുന്നത്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ 9 വർഷക്കാലം ശബരിമലയ്ക്ക് യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനോ അല്ലാതുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്കോ തുക ചെലവഴിക്കാത്ത സർക്കാരാണ് ഇപ്പോൾ ഈ ഒരു സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഭക്തരോടുള്ള സ്നേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇതൊരു രാഷ്ട്രീയ നാടകമാണ്, ഒപ്പം തന്നെ രാഷ്ട്രീയ കാപട്യമാണ്. അത് തുറന്നു കാട്ടുക, ജനങ്ങൾക്ക് മുന്നിൽ അത് തുറന്നു കാട്ടുക എന്നത് പ്രതിപക്ഷത്തിൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ രംഗത്തേക്ക് എത്തുന്നത്. ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തിയാൽ ഇതിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന കാര്യങ്ങൾ സംബന്ധിച്ച് പറയാം എന്നൊരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സർക്കാരിൻ്റെ ഈ നിലപാട് ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളൊക്കെയും ഇതിന് പിന്തുണയുമായി രംഗത്തേക്ക് എത്തിയിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമാക്കിയത് അവരുടെ നിലപാടുകൾ സ്വീകരിച്ചുകൊള്ളട്ടെ, അവരുടെ കാര്യത്തെ തങ്ങൾ ചോദ്യം ചെയ്യാനും തയ്യാറാകുന്നില്ല, യാതൊരു തരത്തിലുള്ള കാര്യങ്ങൾക്കും തങ്ങൾ വരുന്നില്ല എന്നൊരു നിലപാട് കൂടി ഇക്കാര്യത്തിൽ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. ആ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടി നൽകിയാൽ ഇത് സംബന്ധിച്ച കൂടുതൽ വ്യക്തത വരുത്താം എന്നൊരു നിലപാട് മാത്രമാണ് ഇപ്പോൾ VD സതീശൻ എടുത്തിരിക്കുന്നത്. മറ്റൊരു വിഷയം, ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി വിശ്വാസ സംഗമവുമായി BJP രംഗത്ത് വരുന്നു. സെപ്റ്റംബർ 22-നാണ് പന്തളത്ത് വേദിയാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നത്. എന്തായാലും ശബരിമല കർമ്മസമിതിയും ഹിന്ദു ഐക്യവേദിയും പന്തളം കൊട്ടാരവും ഒക്കെ ചേർന്നാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. സർക്കാരിൻ്റെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ളൊരു ബദലായിട്ട് തന്നെയാണോ BJP ഇതിനെ കാണുന്നത്? തീർച്ചയായും രാജേഷ്, ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ കർമ്മസമിതി, ശബരിമല കർമ്മസമിതിയുടെയും ഹിന്ദു ഐക്യവേദിയുടെയും നേതൃത്വത്തിലാണ് ഈ ഒരു സംഗമം, ഭക്തസംഗമത്തിനായി തയ്യാറെടുക്കുന്നത്. അത് പന്തളമാണ് അതിന് വേദിയാകുന്നത്. 22-ാം തീയതി, സെപ്റ്റംബർ 22-ാം തീയതി ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര നേതാക്കളെ അടക്കം, BJP നേതാക്കളെ അടക്കം സംസ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ട് ഈ പരിപാടി വലിയൊരു പരിപാടിയാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. എന്തുതന്നെയായാലും അയ്യപ്പ സംഗമത്തിന്, ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായാണ് ഇപ്പോൾ ഒരു ഭക്തസംഗമം കൂടി സംഘടിപ്പിക്കുന്നത്. ഇത് ഇത്തരത്തിൽ സർക്കാരിൻ്റെ കാപട്യം തുറന്നു കാട്ടുന്നതിനുള്ള ഒരു ബദൽ മാർഗമായി തന്നെ നമുക്കിതിനെ കാണാൻ കഴിയും. അത് 22-ാം തീയതി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. യെസ്, രജിത്താണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്, ന്യൂനപക്ഷ അഭയാർത്ഥികൾക്ക് ആശ്വാസമായ ചരിത്ര നീക്കവുമായി മോദി സർക്കാർ. സിറ്റിസൺഷിപ്പ് അമെൻഡ്മെൻറ്റ് ആക്ടിൻ്റെ സമയപരിധി 2024 ഡിസംബർ 31 വരെ നീട്ടിയിട്ടുണ്ട്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷ അഭയാർത്ഥികൾക്ക് ആശ്വാസകരമാണിത്. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഒരുപക്ഷേ ഒരു തരത്തിലൊരു ആശ്വാസം കൂടിയാണ്. ഏത് നീക്കവുമായിട്ടാണ് സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്ക്, കേന്ദ്ര സർക്കാരിൻ്റെ? രാജേഷ്, മുൻ നിലപാടിൽ നിന്ന് കേന്ദ്ര സർക്കാർ മാറി ചിന്തിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇത്തരമൊരു നീക്കമെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം പ്രധാനമന്ത്രി സിക്കിം, മണിപ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് സന്ദർശനത്തിന് പോവുകയാണ്. അതിനുള്ളിൽ തന്നെ ഇത്തരമൊരു നീക്കം നടക്കുന്നത് സ്വാഭാവികമായും ബീഹാറിലടക്കം തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലമുണ്ട്. നേരത്തെ തീരുമാനിച്ചിരുന്നത് ഡിസംബർ 2014 വരെ ഉള്ളിൽ രാജ്യത്തെത്തിയ അഭയാർത്ഥികളായവർക്ക്, അത് സിഖുകാർ, പാഴ്സി, ക്രിസ്ത്യൻ, അങ്ങനെ മുസ്ലിം വിഭാഗങ്ങളിലല്ലാത്ത ന്യൂനപക്ഷങ്ങൾക്കുള്ള ഉറപ്പ്, അവർക്ക് സിറ്റിസൺഷിപ്പ്, പൗരത്വം നൽകുന്ന ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ അവർക്ക് അപേക്ഷ നൽകാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരുന്നെങ്കിൽ അതിപ്പോൾ 10 വർഷം കൂടി നീട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. 2024 ഡിസംബർ വരെ രാജ്യത്തേക്ക് എത്തിയ ആളുകൾക്ക് ഇത് ഇപ്പോൾ ഈ അപേക്ഷ നൽകാമെന്നുള്ളതാണ്. അവരെ കൂടി പരിഗണിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പുതിയൊരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ആ ഉത്തരവ് ഇപ്പോൾ നീട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായും വളരെ കൃത്യമായ ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകും. അതേസമയം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് നേരത്തെ തന്നെ സർക്കാരിന്റെ ഭാഗമായി അല്ലെങ്കിൽ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് അജണ്ടയുടെ ഭാഗമായി തന്നെ അവർ മുന്നോട്ട് വെച്ചിരുന്ന നീക്കത്തിന്റെ ഭാഗമാണ് ഇത്തരമൊരു നീക്കം. അതിന് മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും തന്നെയില്ല. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നതാണ് രാജ്യത്തേക്ക് എത്തിയ മറ്റ് രാജ്യങ്ങളിൽ, പാകിസ്ഥാനിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും നിൽക്കുന്ന അവിടെ നിന്നൊക്കെ വന്ന മതന്യൂനപക്ഷങ്ങൾക്ക് അവർ പീഡനത്തിന്റെ പേരിൽ രാജ്യത്തേക്ക് എത്തിയവരാണ്, അവർക്ക് ഒരു തരത്തിലും രാജ്യത്ത് നിന്ന് പുറത്തു പോകേണ്ടി വരില്ല എന്നുള്ളത് നേരത്തെ ഉറപ്പ് നൽകിയതാണ്. ആ ഉറപ്പ് മോദി സർക്കാർ പാലിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ BJPയുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്.
പറയുന്നത്. അതായത് ഈ 10 വർഷത്തെ കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നതോടുകൂടി തന്നെ 2024 വരെ 24 അവസാനം വരെ രാജ്യത്തേക്ക് എത്തിയ ഇത്തരം ന്യൂനപക്ഷങ്ങൾക്ക് അത് മറ്റു രാജ്യങ്ങളിൽ മതപരമായ വേർതിരിവുകൾ നേരിട്ടവർ അല്ലെങ്കിൽ പീഡനങ്ങൾ നേരിട്ട ആളുകൾക്കൊക്കെ തന്നെ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കി അവർക്ക് പൗരത്വം നൽകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും സുപ്രധാന തീരുമാനം തന്നെയാണ് മോദി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രിയും അമിത്ഷായും കൂടി കൂടിയാലോചിച്ചാണ് ഇത്തരമൊരു തീരുമാനമെന്നുകൂടിയാണ് BJP നേതൃത്വം ഇപ്പോൾ നൽകിയിരിക്കുന്ന വിശദീകരണം. രാജേഷ്. യെസ്, കെ പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ന്യൂനപക്ഷ അഭയാർത്ഥികൾക്ക് ആശ്വാസമായ ചരിത്ര നീക്കവുമായി നരേന്ദ്രമോദി സർക്കാർ. മറ്റു വാർത്തയിലേക്ക്. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി തുടരുന്നു. ജമ്മു, പഞ്ചാബ്, ഹിമാചൽ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പഞ്ചാബിൽ മാത്രം മരിച്ചത് 30 പേരാണ്. ഉത്തർപ്രദേശിൽ 16 പേർക്കും ജീവൻ നഷ്ടമായി. പഞ്ചാബിലും ഹരിയാനയിലും 6 ലക്ഷം ഹെക്ടറിലെ കൃഷി നശിച്ചു. ഡൽഹിയിൽ പ്രളയ മുന്നറിയിപ്പ് തുടരുകയാണ്. ഇതിൻ്റെയും റിപ്പോർട്ടുമായി കെ പ്രശാന്ത് കൂടി ചേരുന്നുണ്ട്. പ്രശാന്ത്, നേരത്തെ തന്നെ പ്രശാന്ത് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. തത്സമയ വിവരങ്ങളായിരുന്നു. പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലാണ്. എന്താണ് ഉത്തരേന്ത്യയിൽ ഇപ്പോഴത്തെ സാഹചര്യം? ഭരണകൂടം എന്താണ് മുൻകരുതലായി എടുത്തിരിക്കുന്നത്? രാജേഷ്, ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് യമുന നദി കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളെയും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെയൊക്കെ വീടുകളിലൊക്കെ തന്നെ പൂർണ്ണമായും വെള്ളം കയറിയ അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർ തന്നെ പറയുന്നത് എത്തരത്തിൽ ഇനി തിരിച്ച് വീടുകളിലേക്ക് പോകും എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ ചിലരുമായി സംസാരിക്കുകയുണ്ടായി. അവർ പറഞ്ഞത് ഇത് കഴിഞ്ഞ 12 ദിവസമായി ഇത് തന്നെയാണ് സാഹചര്യം. ആദ്യത്തെ 2 ദിവസം ജലം ഉയർന്നു വരും, വെള്ളം ഉയർന്നു വരുന്നതിനെ തുടർന്ന് വീടുകളിൽ നിന്ന് മാറി താമസിക്കും. 2 ദിവസം കഴിയുമ്പോൾ വെള്ളം താഴും, അതിനോട് വീട്ടിലേക്ക് എത്തും. ഈ സമയത്ത് വലിയ രീതിയിൽ ചെളിയും മറ്റും അടിഞ്ഞുകൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് വൃത്തിയാക്കി കയറി കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും അണക്കെട്ടുകൾ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിന് യാതൊരു തരത്തിലുള്ള പരിഹാരവുമില്ല. ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് എന്നുള്ളതാണ് ഡൽഹി നിവാസികൾ പറയുന്നത്. മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയാൽ പഞ്ചാബിലും ഹരിയാനയിലും ഒപ്പം തന്നെ ഉത്തർപ്രദേശിലും ഒക്കെ തന്നെ ഇപ്പോഴും മഴ തുടരുകയാണ്. പലയിടത്തും പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിൽ ചെറിയ രീതിയിൽ ചെറിയ ഡാമുകളുടെ ഭാഗങ്ങൾ തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 4 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3 പേരെ കാണാതായിട്ടുണ്ട്. അവരെ കണ്ടെത്താനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ബന്ധപ്പെട്ട വിഭാഗങ്ങളുടെ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ എല്ലാ സംസ്ഥാനത്തും ഒരുക്കിയിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തും പഞ്ചാബിലാണെങ്കിൽ വലിയ കൃഷിനാശമാണ്. 30 മരണം ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഉത്തർപ്രദേശിൽ 16 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഈ മേഖലകളൊക്കെ തന്നെ കൃഷിനാശമാണ് പ്രധാനപ്പെട്ട കാര്യം. കൃഷി ഉപജീവനമായി മുന്നോട്ട് പോകുന്ന ആളുകളെ വലിയ രീതിയിൽ തന്നെയാണ് ഈ വ്യാപകമായ മഴക്കെടുതി ബാധിച്ചിട്ടുള്ളത്. ഇതിനടുത്ത് ജമ്മു കാശ്മീരിലും കനത്ത മഴ തന്നെയാണ്. ഉദ്ധംപൂർ ദേശീയപാതയിലേക്ക് സമീപത്തേക്ക് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ദേശീയപാത ശ്രീനഗർ ജമ്മു ദേശീയപാതയിലെ ഒരു ഭാഗം പൂർണ്ണമായും അടച്ചിടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഏതായാലും പല സ്ഥലങ്ങളിലും ഗതാഗതം പൂർണ്ണമായും താറുമാറായ അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. രാജേഷ്. യെസ്, കെ പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റു. തൃശൂർ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെയാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് മർദ്ദിച്ചത്. ചൊവ്വന്നൂരിലെ വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തിയതിന്റെ കാരണം തിരക്കിയതിനാണ് പോലീസ് മർദ്ദിച്ചത് എന്നാണ് സുജിത്ത് പറയുന്നത്. ഇനി ആ ദിവസം സംഭവിച്ചതിനെ കുറിച്ച് സുജിത്തിന്റെ വിശദീകരണം. ശാന്തിക്കാരനെ കൂടിയിട്ടാണ് അന്ന് ഒരു പൂരത്തിൻ്റെ ഒരു വൈകിട്ട് സമയത്ത് കമ്മിറ്റിയുടെ വീഡിയോ കാര്യങ്ങളും കാണാനൊക്കെ വേണ്ടിയിട്ട് നാട്ടിലിരിക്കണം. ഇപ്പോഴാണ് ഇങ്ങനെ പോലീസ് വന്നിട്ട് അവിടെ കൂട്ടുകാരുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കാനാണ് ഉണ്ടായത്. പാർക്കാരൊക്കെ ഉണ്ടായത്. അപ്പോൾ പേടിയ കാരണം നമ്മൾ വിളിച്ചിട്ട് പോലീസിനായിട്ട് സംസാരിക്കേണ്ട സമയത്താണ് കോളർ പിടിച്ച് വലിച്ച് കയറ്റി ജീപ്പിൽ കയറ്റിയിട്ട് നേരെ കൊണ്ട് കൊടുക്കുള്ളൂ. അവരുടെ എല്ലാവരുടെയും ഒഴിവാക്കിയിട്ട് എന്നെ മാത്രമേ കൊടുക്കുള്ളൂ. കൊണ്ടുവരുമ്പോൾ സജീവൻ എന്ന് പറഞ്ഞൊരു പോലീസുകാരനെ
കൂടുതൽ വിശദാംശങ്ങളുമായി ഹരീഷ് ചേരുന്നുണ്ട്. ഹരീഷ്, ഇത് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ ഈ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഈ സുജിത്തിന് ഇത്രയും ക്രൂര മർദ്ദനമേൽക്കാൻ കാരണം? ഇപ്പോൾ എങ്ങനെയാണ് ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത്? രാജേഷ്, നമുക്ക് സുജിത്ത് പറയുന്നതിൽ മനസ്സിലായത് ഇങ്ങനെയാണ്. അതായത് സുജിത്തിന്റെ സുഹൃത്തുക്കളെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ SI അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. വഴിയരികിൽ നിൽക്കുമ്പോൾ എന്തോ വിഷയവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത്. SI നുമാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് ഇപ്പോൾ സുജിത്തിന്റെ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പോലീസിന് കേസ് നൽകിയിരുന്നു. പക്ഷേ പല രീതിയിൽ ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അല്ലെങ്കിൽ കേസിൽ കൃത്യമായി FIR ഇട്ട് നടപടിയെടുക്കേണ്ട ആ സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് ഇപ്പോൾ സുജിത്തും പറയുന്നത്. മാത്രമല്ല, ഇയാൾ മദ്യപിച്ചിരുന്നു എന്നതടക്കമുള്ള കള്ളക്കേസാണ് പോലീസ് FIR-ൽ ചേർത്തത്. അത് അന്ന് തന്നെ വൈദ്യപരിശോധനയിൽ കൂടെ തെളിഞ്ഞതാണ് ഇയാൾ മദ്യപിച്ചിട്ടില്ല എന്ന്. അന്ന് കോടതിയിൽ നിന്ന് ഇയാൾക്ക് ജാമ്യവും ലഭിച്ചു. അതിനുശേഷം ഇത്തരത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇയാൾ പലതവണ പരാതി നൽകിയിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രസക്തമായ തെളിവ് ഈ പോലീസ് സ്റ്റേഷനുള്ളിലുള്ള CCTV ദൃശ്യങ്ങളാണ് എന്നുള്ളതാണ്. അത് ലഭിക്കാനുള്ള കാലതാമസമാണ് ഏറ്റവും പ്രസക്തമായത്. നിരവധി തവണ ഇത്തരത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിട്ടും ഈ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു മടിയുണ്ടായി, അല്ലെങ്കിൽ പോലീസ് വിമുഖത കാണിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പലതവണ ആ ദൃശ്യങ്ങൾ പുറത്തു പോവാതെ സംരക്ഷിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചു എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ഈ 2 വർഷത്തെ ശേഷം 2023 സംഭവിച്ച ഈ 2025 ഈ ഒരു ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ഏറ്റവും പ്രസക്തമായ ദൃശ്യങ്ങൾ അത് ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷനെയും ഒപ്പം തന്നെ വിവരാവകാശം വിവരാവകാശ കമ്മീഷന്റെ ഒരു സമീപനം കൂടി ഇതിനകത്ത് ഉണ്ട്. വിവരാവകാശ കമ്മീഷൻ കൃത്യമായി തന്നെ ഈ ഒരു ഹരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്, നികുതി ഘടനാ പരിഷ്കരണം ചർച്ച ചെയ്യുവാനുള്ള GST കൗൺസിൽ യോഗത്തിന് ഡൽഹിയിൽ തുടക്കമായി. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. നിലവിലെ 4 സ്ലാബുകൾ 2ആയി കുറയ്ക്കുകയാണ് ലക്ഷ്യം. 5%, 12%, 18%, 28% എന്നീ നികുതി സ്ലാബുകൾക്ക് പകരം 5%, 18% മാത്രം നിലനിർത്താൻ മന്ത്രിതല ഉപസമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. ചെറിയ കാറുകൾ, സിമന്റ്, തുകൽ ഉൽപ്പന്നങ്ങൾ, പാക്കറ്റിലാക്കിയ ഭക്ഷണം, തുണിത്തരങ്ങൾ എന്നിവയുടെ GST നിരക്ക് കുറയ്ക്കണമെന്നാണ് വ്യക്തമാക്കുന്നത്. മെഡിക്കൽ ഇൻഷുറൻസിനും ടേം ഇൻഷുറൻസിനുമുള്ള GST പൂർണ്ണമായി എടുത്തു കളയണമെന്ന നിർദ്ദേശവും കൗൺസിൽ പരിഗണിക്കാനിടയുണ്ട്. ഇതെല്ലാം സാധാരണക്കാർക്ക് നികുതി ഭാരം കുറയ്ക്കുന്നതാകും. അതേസമയം വരുമാന നഷ്ടം നികത്താതെ നികുതി കുറയ്ക്കൽ തീരുമാനങ്ങൾ എടുക്കരുതെന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പറയുന്നു. സംസ്ഥാനങ്ങളുടെ ധനകാര്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ടുള്ള GST പരിഷ്കരണങ്ങൾ വേണമെന്നാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ നിലപാട്. പുത്തൻകുരിശിൽ വീട് ജപ്തി ചെയ്യപ്പെട്ട കുടുംബത്തിന് ആശ്വാസം. കുടുംബത്തിൻ്റെ മുഴുവൻ തുകയും നൽകാമെന്ന് പ്രവാസി അറിയിച്ചു. മുൻ MLA VP സജീന്ദ്രൻ്റെ ഇടപെടലിനെ തുടർന്നാണ് ആശ്വാസ നടപടികൾ. 2 സ്ത്രീകളും കുഞ്ഞും അടങ്ങുന്ന കുടുംബമാണ് കുടിയിറക്കപ്പെട്ടത്. 2019 5 ലക്ഷം രൂപ വീട്ടുടമയായ സ്വാതി മണപ്പുറം ഫിനാൻസിൽ നിന്ന് വായ്പ എടുത്തിരുന്നു. 3.95 ലക്ഷം തിരിച്ചടച്ചു. പിന്നീട് ഗർഭിണിയായ യുവതിക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയായി. ഇതോടെ തിരിച്ചടവ് മുടങ്ങുകയായിരുന്നു. പിന്നീട് ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ പണം തവണകളായി തിരികെ അടയ്ക്കാമെന്ന് പറഞ്ഞെങ്കിലും ധനകാര്യ സ്ഥാപനം സമ്മതിച്ചില്ല എന്ന് കുടുംബം ആരോപിക്കുന്നു. സ്വാതി ജോലിക്ക് പോയ സമയത്ത് പോലീസിനെയും കൂട്ടി വന്ന് ധനകാര്യ സ്ഥാപനം അധികൃതർ വീട് ജപ്തി ചെയ്യുകയായിരുന്നു. സ്വാതിയുടെ പ്രായമായ അമ്മയും 1 വയസ്സുള്ള കുഞ്ഞും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഒറ്റത്തവണയായി പലിശ ഉൾപ്പെടെ 5 ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ് ബാങ്കുകാർ ആവശ്യപ്പെടുന്നതെന്ന് കുടുംബം പറയുന്നു. കൃഷിക്ക് പേരുകേട്ട ആലപ്പുഴ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വ്യത്യസ്തനായ കർഷകൻ ശുഭകേശിൻ്റെ കൃഷിത്തോട്ടത്തിൽ ഓണക്കാലമായതോടെ തിരക്കേറുകയാണ്. 15 ഏക്കർ കൃഷിയിടത്തിൽ 17 ഇനം ജൈവ പച്ചക്കറികളാണ് വിളവെടുപ്പിന് തയ്യാറായി കിടക്കുന്നത്. ഓണക്കാലമെത്തിയാൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിനെ മലയാളികൾക്ക് അങ്ങനെ ഒഴിച്ചു നിർത്താൻ കഴിയില്ല. കർഷകരാൽ സമ്പന്നമായ പഞ്ചായത്തിൽ സമൃദ്ധമായി വിളയുന്ന ജൈവ പച്ചക്കറികൾ തന്നെയാണ് ഇതിന് കാരണം. അവിടെ വ്യത്യസ്തനായ ഒരു കർഷകന്റെ കൃഷിത്തോട്ടമാണ് ഈ ഓണക്കാലത്തെ താരം. കഞ്ഞിക്കുഴി പയറെന്ന് മാത്രം കേട്ടാൽ മതി ശുഭകേശൻ എന്ന കർഷകനെ അടയാളപ്പെടുത്തുവാൻ.
സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഈ വിളയിലൂടെയാണ് KP ശുഭകേശൻ കാർഷിക ലോകത്ത് പ്രിയങ്കരനായത്. ഓണക്കാലത്തെ മുന്നിൽ കണ്ട് കഞ്ഞിക്കുഴി സിൽക്ക് ഫാബ്രിക്കേഷൻ യൂണിറ്റിന് സമീപത്തെ 15 ഏക്കർ കൃഷിഭൂമിയിൽ ശുഭകേശൻ വിളയിച്ചെടുത്തത് 17 ഇനം പച്ചക്കറികളാണ്. പടവലവും പാവലും മത്തനും തുടങ്ങി ഓണക്കാലത്തെ സമൃദ്ധമാക്കാൻ വേണ്ടതെല്ലാം ഈ തോട്ടത്തിലുണ്ട്. എല്ലാം ജൈവ പച്ചക്കറികൾ. പച്ചക്കറിയോടൊപ്പം വിവിധ ഇനം പൂക്കളും ഇടവിളയായുണ്ട്. ഇത്തവണ ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് ഇപ്പോൾ ഇവിടെ 17 ഇനം പച്ചക്കറി ഇവിടെ വിളവായിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കയറി വരുമ്പോൾ തന്നെ കാണാം ഒരു 120 മീറ്റർ നീളമുള്ള ഒരു പടവലപ്പന്തലാണ്. അതുപോലെ തൊട്ടപ്പുറത്തും അതുപോലെ തന്നെയുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ മാർക്കറ്റിനും തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പച്ചക്കറി കുറവായ കഴിഞ്ഞ കാലവർഷം കാരണം പച്ചക്കറി കുറവായത് കാരണം നമുക്കിപ്പോൾ നല്ല വിലയും കിട്ടുന്നുണ്ട്. പച്ചക്കറികൾ വാങ്ങാനെത്തുന്നവർക്ക് തോട്ടത്തിലിറങ്ങി വേണ്ടതെല്ലാം നേരിട്ട് പറിച്ചെടുക്കാമെന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ആവശ്യക്കാർക്ക് ഇതിന് സമീപമുള്ള അഗ്രോ ഷോപ്പിൽ നിന്നും വാങ്ങാം. സ്വന്തം നഴ്സറിയിൽ വളർത്തിയെടുക്കുന്ന തൈകളാണ് ശുഭകേശൻ കൃഷി ചെയ്യുന്നത്. വിത്തും തൈകളും വേണ്ടവർക്ക് വീടിന് സമീപമുള്ള 15 ഏക്കർ കൃഷിയിടത്തിൽ അതും ഒരുക്കിയിട്ടുണ്ട് ശുഭകേശൻ. ഇതിനോടകം കേന്ദ്ര കേരള സർക്കാരിൻ്റെ എണ്ണമറ്റ അവാർഡുകളും ഈ കർഷക പ്രതിഭയെ തേടിയെത്തി. ജീവനം തന്നെ കൃഷിക്കായി മാറ്റിവെച്ച ശുഭകേശൻ്റെ കൃഷിഗാഥയിലെ പങ്കാളി ജീവിത പങ്കാളി കൂടിയായ ലതികയാണ്. ഈ കാഴ്ചകൾ കഞ്ഞിക്കുഴിയുടെ മാത്രം പ്രത്യേകതയാണ്. ഈ ഓണക്കാലത്തെ ജൈവ പച്ചക്കറി കൊണ്ട് അർദ്ധസമ്പൂർണ്ണമാക്കുകയാണ് ശുഭകേശനും അദ്ദേഹത്തിൻ്റെ ഏക്കർ കണക്കിന് വരുന്ന ഈ കൃഷിത്തോട്ടവും. ആലപ്പുഴയിൽ നിന്നും ആദർശനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്. സൈനിക ശക്തിയുടെ കരുത്ത് കാട്ടി ലോകത്തെ ഞെട്ടിച്ച് ചൈന. 2ാം ലോക മഹായുദ്ധ സമയത്ത് ജാപ്പനീസ് സൈന്യത്തെ പരാജയപ്പെടുത്തിയതിൻ്റെ 80ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് ചൈനയുടെ സൈനിക പരേഡ്. ബീജിംഗിലെ ചരിത്ര പ്രാധാന്യമുള്ള ടിയനൻമെൻ ചത്തുരത്തിൽ 50,000-ത്തിലധികം സൈനികർ പൂർണ്ണ യൂണിഫോമിൽ പങ്കെടുക്കുന്ന പരേഡിൽ ചൈന വികസിപ്പിച്ച അത്യാധുനിക ആയുധങ്ങൾ ഉൾപ്പെടെ പ്രദർശിപ്പിച്ചു. സൈനിക രംഗത്തെ മികവും സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും ആയുധങ്ങൾ ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്ന കൂറ്റൻ സൈനിക പരേഡാണ് ചൈന സംഘടിപ്പിച്ചത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ എന്നിവർ പരേഡ് വീക്ഷിക്കാൻ എത്തിയിരുന്നു. ഇനി കായിക വാർത്തകൾ നോക്കാം. KCLൽ വിജയം തുടർന്ന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. കഴിഞ്ഞ ദിവസത്തെ ആദ്യ മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ 3 വിക്കറ്റിനാണ് കൊച്ചി പരാജയപ്പെടുത്തിയത്. 2ാം മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസിന് ആശ്വാസജയം. തൃശൂർ ടൈറ്റൻസിനെ 17 റൺസിനാണ് തോൽപ്പിച്ചത്. 9 മത്സരങ്ങളിൽ ട്രിവാൻഡ്രത്തിൻ്റെ 2ാം ജയമാണിത്. ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസ് ആലപ്പി റിപ്പിൾസിനെ നേരിടും. 2ാം മത്സരത്തിൽ ഏരീസ് കൊല്ലം സീലേഴ്സ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ നേരിടും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.